ഹൊറിസോണ്ടൽ മെഷർമെൻറ്റുകൾ എങ്ങനെ എടുക്കാമെന്നാണ് ഈ സെഷനിൽ നാം പഠിക്കുന്നത്. സെഷൻ അവസാനിക്കുന്നതോടെ ഹൊറിസോണ്ടൽ മെഷർമെൻറ്റുകൾ മനസ്സിലാക്കാനും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രധാന ഹൊറിസോണ്ടൽ ബോഡി മെഷർമെൻറ്റുകൾ വിശദീകരിക്കാനും ഹൊറിസോണ്ടൽ മെഷർമെൻറ്റുകൾ എടുക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. എക്സ് അക്ഷത്തിലെടുക്കുന്ന അളവിനെയാണ് ഹൊറിസോണ്ടൽ മെഷർമെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സാധാരണയായി ഒരു ഡയറക്ഷനിലാണ് ഇവ കണക്കാക്കുന്നത്. ഷോൾഡർ എൻഡ് ടു എൻഡ്, അക്രോസ് ചെസ്റ്റ് മുതലായവ ഉദാഹരണങ്ങളാണ്. സ്ത്രീകളിലെ ചില പ്രധാന ഹൊറിസോണ്ടൽ മെഷർമെന്റുകൾ പരിശോധിക്കാം. ഷോൾഡർ ലെങ്ത്, നെക്കിന്റെ ബേസ് മുതൽ ഷോൾഡർ എഡ്ജ് വരെയുള്ള അളവാണിത്. അക്രോസ് ബാക്ക് എന്നാൽ ആം ഹോളിൽ മുതൽ ആം ഹോൾ വരെ പിൻഭാഗത്ത് കൂടി അളക്കുന്നതാണ്. ശാരീരിക ഉയരവും ആകൃതിയും ഓരോരുത്തരിലും വ്യക്തിഗതമായിരിക്കും. ഉയരം കൂടിയതും കുറഞ്ഞതും തടിയുള്ളതുമായ വ്യക്തികൾക്ക് മാതൃകാ അനുപാതം യോജിക്കണമെന്നില്ല. ഗാർമെന്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗാർമെന്റ്സിന്റെ ആകൃതി ശരീരത്തിന്റെ ആകൃതിയോട് പരമാവധി ഇണങ്ങുന്നതാകണം. പുരുഷന്മാരിലെ പ്രധാന ഹൊറിസോണ്ടൽ മെഷർമെന്റുകൾ നോക്കാം. ഷോൾഡർ, ഇടത് ഷോൾഡറിന്റെ അറ്റം മുതൽ വലത് ഷോൾഡറിന്റെ അറ്റം വരെ അളക്കുക. അതായത് നിങ്ങളുടെ കൈ ചലിപ്പിക്കുമ്പോൾ ബോൾ മൂവ്മെന്റ് കണ്ടെത്തുന്നിടത്ത്. അക്രോസ് ചെസ്റ്റ്, സ്കീ ലെവലിൽ ചെസ്റ്റിന് കുറുകെ അളക്കുക. അക്രോസ് ബാക്ക്, ഒരു സ്ലീവ് ജോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്കീ ലെവലിന്, അതായത് ബ്ലേഡ് ബോണിന് മുകളിൽ പിന്നിലായി അളക്കുക. ഇനി നമുക്ക് ഒരു ടാസ്ക് ചെയ്യാം. ഇതിനായി നിങ്ങളുടെ കൈവശം മെഷറിംഗ് ടേപ്പ്, ഡ്രസ് ഫോം, പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, പെൻസിൽ അല്ലെങ്കിൽ പേന എന്നിവ ആവശ്യമാണ്. ഹൊറിസോണ്ടൽ മെഷർമെന്റുകൾ എടുക്കുക എന്നതാണ് ടാസ്ക്. മുൻവശത്ത് നിന്ന് എടുക്കേണ്ട അളവുകൾ ഇവയാണ്. അക്രോസ് ഷോൾഡർ, ഷോൾഡറിന്റെ അറ്റം മുതൽ മുൻകഴുത്തിന്റെ മധ്യഭാഗം വരെ അളക്കുക. അക്രോസ് ചെസ്റ്റ്, മുന്നിൽ മധ്യഭാഗം മുതൽ 1 ഇഞ്ച് മിഡ് ആംഹോളിന് മുകളിൽ വരെ അളക്കുക. പിൻ മാർക്ക് ചെയ്യുക. ബസ്റ്റ് ആർക്ക്, മധ്യഭാഗത്ത് നിന്ന് ബസ്റ്റ് പോയിന്റിന് മുകളിലൂടെ സൈഡ് സീമിൽ ആം പ്ലേറ്റിന് 2 ഇഞ്ച് താഴെ വരെ അളക്കുക. ബസ്റ്റ് സ്പാൻ, ബസ്റ്റ് പോയിന്റിന് കുറുകെ ടേപ്പ് വെക്കുക. പകുതിയായി വിഭജിച്ച് അളക്കുക. വേസ്റ്റ് ആർക്ക്, വേസ്റ്റിന്റെ മധ്യഭാഗം മുതൽ സൈഡ് വേസ്റ്റ് സീം വരെ അളക്കുക. ഡാർട്ട് പ്ലേസ്മെന്റ്, സൈഡിന്റെ മധ്യഭാഗത്ത് നിന്ന് സൈഡ് വരെ അളക്കുക. പ്രിൻസസ് ലൈൻ ആണ്. അബ്ഡമൻ മാർക്ക്, വേസ്റ്റിൽ നിന്ന് 3 ഇഞ്ച് താഴെ മധ്യഭാഗം മുതൽ സൈഡ് സീം വരെ അളക്കുക. ഹിപ്പ് ആർക്ക്, HBL ലൈനിൽ മധ്യഭാഗം മുതൽ സൈഡ് സീം വരെ അളക്കുക. പിൻവശത്ത് എടുക്കേണ്ട അളവുകൾ ഇവയാണ്. ബാക്ക് നെക്ക്, സെന്റർ ബാക്ക് നെക്കിൽ നിന്ന് കഴുത്തിലൂടെ ഷോൾഡർ വരെ അളക്കുക. അക്രോസ് ഷോൾഡർ, ഷോൾഡറിന്റെ ടിപ്പ് മുതൽ സെന്റർ നെക്ക് വരെ അളക്കുക. അക്രോസ് ബാക്ക്, മിഡ് ആം ഹോളിന് 1 ഇഞ്ച് മുതൽ മുകളിൽ മധ്യഭാഗത്ത് നിന്ന് പിൻ എഡ്ജിന്റെ ബാക്ക് ഹെഡിന്റെ റിഡ്ജ് വരെ അളക്കുക. ബാക്ക് ആർക്ക്, ആംസ് പ്ലേറ്റിന്റെ മധ്യഭാഗം മുതൽ താഴെ വരെ അളക്കുക. വേസ്റ്റ് ആർക്ക്, വേസ്റ്റിന്റെ മധ്യഭാഗം മുതൽ സൈഡ് വേസ്റ്റിന്റെ സീം വരെ അളക്കുക. ഡാർട്ട് പ്ലേസ്മെന്റ്, വേസ്റ്റിന്റെ മധ്യഭാഗം മുതൽ സൈഡ് ബാക്ക് വരെ അളക്കുക, അഥവാ പ്രിൻസസ് ലൈൻ വരെ. അബ്ഡോമിൻ ആർക്ക്, വേസ്റ്റിൽ നിന്ന് 3 ഇഞ്ച് താഴേക്ക് ആരംഭിച്ച് മധ്യഭാഗത്ത് നിന്ന് സൈഡ് സീം വരെ അളക്കുക. ഹിപ്പ് ആർക്ക്, HBL ലൈനിൽ മധ്യഭാഗം മുതൽ സൈഡ് സീം വരെ അളക്കുക. ഹൊറിസോണ്ടൽ മെഷർമെന്റുകൾ എങ്ങനെ എടുക്കാമെന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഹൊറിസോണ്ടൽ മെഷർമെന്റുകൾ മനസ്സിലാക്കാനും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രധാന ഹൊറിസോണ്ടൽ ബോഡി മെഷർമെന്റ് വിശദീകരിക്കാനും ഹൊറിസോണ്ടൽ മെഷർമെന്റുകൾ എടുക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.